ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും കൊണ്ടുവന്നതിനും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് അവസരം തന്നതിനും ദൈവത്തിന് നമ്മൾ നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 25, 26, 28 തിരുവചനങ്ങൾ. കർത്താവെ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. മനുഷ്യൻ സൂര്യോദയത്തിനു മുൻപാണ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. നമ്മുടെ ഒരു ദിവസം എങ്ങനെ തുടങ്ങണമെന്നും എങ്ങനെയാണ് ദൈവം നമ്മളെ പോറ്റി വളർത്തുന്നതെന്നും ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നു. ഒരു മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണരുകയും ദൈവത്തിന് പുലർക്കാല വെളിച്ചത്തിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും അന്നത്തേക്ക് വേണ്ടതെല്ലാം പ്രാർത്ഥിക്കുകയും വേണമെന്ന് വചനത്തിലൂടെ കർത്താവ് പറയുന്നു. അവനെ തീറ്റിപ്പോറ്റുന്നത് ധാന്യവിളകളല്ല, ദൈവത്തിൻ്റെ ഔദാര്യത്താൽ അവന് വേണ്ടതെല്ലാം തൻ്റെ സ്വന്തം വത്സല മക്കൾക്ക് ദൈവമാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. ദൈവം സൃഷ്ടിച്ച പല സൃഷ്ടികളും രൂപാന്തരം പ്രാപിച്ച് അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും പ്രധാന കർത്തവ്യമാണ് സൂര്യോദയത്തിന് മുൻപ് ഉണരുകയും അവൻ്റെ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ആ ദൈവത്തോട് അന്നത്തേക്ക് വേണ്ടതെല്ലാം പ്രാർത്ഥിച്ച് നേടുകയും ചെയ്യുക എന്നുള്ളത്. ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. വചനം ദൈവമാണ്. ആ വചനത്തിലൂടെ തന്നെയാണ് നമുക്ക് വേണ്ടതെല്ലാം തരുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കാരുണ്യവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഔദാര്യമാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കുക. നിനക്കുള്ളത് എന്തുണ്ടേലും അതിനെക്കുറിച്ച് അഹങ്കരിക്കേണ്ട. അത് ദൈവം തന്നതാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കെന്തുണ്ടെങ്കിലും അത് സമൃദ്ധമാക്കി 10 ഇരട്ടിയാക്കി ഇന്ന് ദൈവം തിരിച്ചു തരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.